PV അൻവർ ലോക പരാജയമാണെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മുതുകത്ത് കയറിയിരുന്ന് പൊങ്കാലയിടാനാണ് പലരും ശ്രമിച്ചത്. എന്നാൽ മലയാള എക്സ്പ്രസ് പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് PV അൻവറും. അബദ്ധത്തിൽ നിന്ന് അബദ്ധത്തിലേക്ക് എടുത്തിയാടുകയാണ് അൻവർ. ആദ്യം DMK എന്ന് പറഞ്ഞ് കളത്തിലിറങ്ങി. പിണറായി വിജയൻ ഉറ്റ ചങ്ങാതിയുമായി ചേർന്ന് അതിന് പണി കൊടുത്തു. DMK കൈമലർത്തി. അൻവർ വെള്ളത്തിലായി. ഒടുവിൽ നീന്തി ഒരു കരയ്ക്കടുത്തു വന്ന് സമാധാനപ്പെട്ടിരിക്കുകയാണ് അൻവർ ഇപ്പോൾ. തൃണമൂൽ കോൺഗ്രസിനാണ് കൈ കൊടുത്തത്. യഥാർത്ഥത്തിൽ അതോടുകൂടി അൻവർ വീണ്ടും വെള്ളത്തിലായി. പണ്ടേ ദുർബല, പിന്നെയോ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെയാ തൃണമൂലിന്റെ കേരളത്തിലെ അവസ്ഥ. പാർട്ടിക്ക് വേരോട്ടമൊന്നുമില്ലെങ്കിലും രണ്ട് ഗ്രൂപ്പ് സജീവമാണ്. ഉദരനിമിത്തം ബഹിർഗത വേഷം എന്നുള്ളതല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല. വിരലെണ്ണാവുന്ന ആളുകളെ ഉള്ളൂ അവർ രണ്ട് ഗ്രൂപ്പുമാണ്. ഈ അവസരത്തിലാണ് മലപ്പുറം കത്തിയും അമ്പും വില്ലുമായി സാക്ഷാൽ അൻവർ കളത്തിൽ ഇറങ്ങുന്നത്. അതോടുകൂടി ഇവിടെ 3 ഗ്രൂപ്പായി. പക്ഷെ ഇതൊന്നുമല്ല അൻവറിന്റെ പരാജയത്തിന്റെ കാരണം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ മമതയുടെ കോൺഗ്രസിനെ UDF എടുക്കുവാൻ വേണ്ട മമത കോൺഗ്രസിനില്ല. മമതാ ബാനർജി കൽക്കട്ടയിൽ ഒറ്റയാൾ പോരാട്ടമാണ് നടത്തുന്നത്. അങ്ങനെ ഒറ്റക്കൊമ്പനായി നിലനിൽക്കുന്ന ഒരാളുടെ പിറകെ നടക്കാൻ കോൺഗ്രസിനെ കിട്ടില്ല. കോൺഗ്രസിനെ മുച്ചോടും മുടിച്ചിട്ടാണ് ബംഗാളിൽ മമത കാലുറപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ UDF മുന്നണിയിൽ അവർക്ക് അംഗത്വം ലഭ്യമാകാതെ വരും. UDF ഒരു മുന്നണിയാണെങ്കിലും അതിൽ കോൺഗ്രസിനുള്ള മേൽക്കോയ്മ കാണാതിരിക്കാൻ കഴിയില്ല. അവർ പറയുന്നതേ അതിനകത്ത് നടക്കൂ. അതുകൊണ്ട് തന്നെ അൻവറെ കോൺഗ്രസിനും എടുക്കുന്ന പ്രശ്നമില്ല. ഒടുവിൽ ലീഗിന്റെ ഏതെങ്കിലും ഒരു സീറ്റ് നൽകി അൻവറെ ജയിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ലീഗിന്റെ മുന്നിലുള്ളത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ട് ഇറക്കാനും മേലെ, മതിരിച്ചിട്ട് തുപ്പാനും മേലെ എന്നുള്ള ഒരു അവസ്ഥയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഒരു സീറ്റ് കൊടുത്താൽ അത് കണ്ടില്ലെന്ന് അറിയാം. അതായത് തൊട്ടോ തൊട്ടില്ല, തൊട്ടില്ലേ തൊട്ടു എന്ന സ്ഥിതി. പണ്ടും അങ്ങനെയൊക്കെ മുന്നണികളും പാർട്ടികളും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുന്നണിക്ക് പുറകെ നിന്ന് പിന്തുണ കൊടുക്കുകയും മുന്നണിയുടെ പിന്തുണയിൽ മത്സരിക്കുന്നതും ഒരു പുതിയ സംഭവമല്ല. ഇടതു മുന്നണിയിൽ ഇപ്പോഴും അങ്ങനെയുണ്ട്. കോവൂർ കുഞ്ഞുമോൻ അങ്ങനെയാണ്. ആരെങ്കിലും ചോദിച്ചാൽ അൻവറിനെ ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് കോൺഗ്രസിന് ഉറപ്പിച്ച് പറയാം. എന്നാൽ അൻവറിനെ കൂടെ നിർത്തുകയും ചെയ്യാം. കോൺഗ്രസിന്റെയും UDF-ന്റെയും ലീഗിന്റെയും ബുദ്ധി സമ്മതിച്ചേ പറ്റൂ.